വരട്ടെ. നമസ്കാരം. സുധ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. ഒരുപാട് ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു നർത്തകിയും അഭിനേത്രിയും ഒക്കെയാണ് ചേച്ചി എനിക്ക്. ഇപ്പോൾ പുതിയ കുട്ടികളാണെങ്കിലും നമ്മളുടെയൊക്കെ തലമുറയിലുള്ളവരാണെങ്കിലും ഒക്കെ നൃത്തം ചെയ്തവരും നൃത്തം പഠിച്ചവരും ഒക്കെയുണ്ട്. പക്ഷെ പലരും വീട്ടിൽ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്നവരെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ധൈര്യം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ് ഇനി വരുന്ന തലമുറയ്ക്കെല്ലാം. സുധ ചേച്ചി ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഇത്ര നൃത്തം ചെയ്യാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സുധ, ഞാനൊന്ന് അതിനുകൂടെ ചേർക്കട്ടെ. അതായത് വേണമെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. ലൈഫിൽ ആവശ്യമുള്ളതെല്ലാം കിട്ടി, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ഒരു പ്രൊഫഷനുണ്ട്, ഇത്രത്തോളം സജീവമാകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. യു ആർ സോ ആക്റ്റീവ് നോ. ഇപ്പോഴും ഇതാണ് ബബ്ലിങ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യുന്നു. രവി പറയുന്ന പോലെ ഈ കോസ്റ്റ്യൂം ഇങ്ങനെ തൂക്കുന്നു, കുറച്ച് കൊടുക്കുന്നു. സോ യു ആർ സോ ആക്റ്റീവ്. അപ്പം ആശ ചോദിക്കുന്നതിൻ്റെ ഒരു പോയിൻ്റുണ്ട്. ഇത്രത്തോളം ഒരു ഡൈനാമിക്സും ഇത്രത്തോളം ഒരു ഡിറ്റർമിനേഷനും എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കുറിച്ച് സ്പെസിഫിക്കലി ഞാൻ പറയുന്നു, ഒരു ചാലഞ്ചായി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊരു ലൈവ്ലിഹുഡായി. പിന്നെ അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായി. ഇപ്പം എനിക്ക് ഈ പ്രൊഫഷൻ ഡ്രഗ് അഡിക്ഷനാണ്. ഡ്രഗ് അഡിക്ഷൻ പോലെയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ജീവിക്കുന്നത്, ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വാട്ട് ഹാവ് ഐ ഡൺ? ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 70 ഫിലിംസ്, 80 ഫിലിംസ്, 100 സീരിയൽസ്, എവറിഥിങ് ഓക്കെ. നമ്മളുടെ ഇഫ് യു ലുക്ക് അറ്റ് എക്സാമ്പിൾസ്, 85 years, 89 years, people are still working and going so strong. ഒരു സുകുമാരി ചേച്ചി ഒരു എക്സാമ്പിളാണ്, കവിയൂർ പൊന്നമ്മ ഒരു എക്സാമ്പിളാണ്, മനോരമ ആച്ചിമ. വരട്ടെ ഒരാളും കൂടെ ഈ സമയത്ത് രണ്ടൊരാളാണ്. ഇതേപ്പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ആർട്ടിസ്റ്റ്, ഏറ്റവും നല്ലൊരു നർത്തകി, പിന്നെ ഫാമിലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കുടുംബിനി, ഭർത്താവ്, അച്ഛന്, ആ കുടുംബത്തോടുള്ള സ്നേഹം, പിന്നെ പരിചയപ്പെടുന്ന ആളുകളോടെല്ലാം വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, അസാധ്യ ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീയാണ്. അവർ ഏത് കാര്യവും ധൈര്യമായിട്ട് സംസാരിക്കും, പെരുമാറും. എല്ലാത്തിലും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്വഭാവമാണ് സുധയുടേത്. അതുകൊണ്ട് സുധ എനിക്ക് ശരിക്കും ഒരു ആരാധനാ കഥാപാത്രം എന്നും കൂടെ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. സുധ എന്തൊരു കോംപ്ലിമെൻ്റാണ് ആൾക്കാർ തരുന്നത്. അല്ല, എനിക്ക് ഓമന ചേച്ചി, ഞാൻ ഈ സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ ഓമന ചേച്ചി കണ്ടപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഒരു മിറർ ഇമേജാണ്. പല പ്രാവശ്യം ഞാൻ എന്തൊക്കെയോ പറയും, തിരിച്ചു നോക്കിയാൽ ഓമന ചേച്ചീൻ്റെ ഒരു പ്ലേസ് ഫിക്സ്ഡ് ആണ് നിങ്ങളുടെ റൂമിൽ. ഞാൻ ഇവിടെ, ഓമന ചേച്ചി അവിടെ. എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു അഷ്വറൻസ് വേണ്ടേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, എനിക്കറിയാം കറക്റ്റാണെന്ന്. തിരിഞ്ഞു നോക്കിയാൽ അമ്മ അവിടെ നിന്ന് ആ സൈലൻറ്റ് നോഡാണ്. എനിക്ക് ഓമന ചേച്ചി ഒരു സ്ട്രെങ്ത് ഓഫ് സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആണ്. ആൻഡ് എത്ര സമയം കിട്ടിയാലും ഞാൻ ഓമന ചേച്ചീൻ്റെ കൂടെ ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസസ്, ഓരോരോ സംഭവങ്ങൾ പറഞ്ഞു തരുന്ന രീതി, ഈ സമയത്തിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഈ സമയത്തിൽ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ബുക്സ് റെഫറൻസ് കിട്ടത്തില്ല, ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ഇന്നും അമ്മയ്ക്ക് ഈവൻ ഇഫ് ഷീ ഈസ് സിക്ക്, ഷീ വിൽ നെവർ സേ ഷീ സിക്ക്. വന്ന കാലത്ത് 8:30 വന്ന് ഇരിക്കും, നൈറ്റ് 9 മണി വരെ അവിടെ തന്നെ ഇരിക്കും. പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അമ്മ ഒരു പ്രാവശ്യം പോലും ചോദിക്കില്ല, മോനെ എൻ്റെ സീൻ ഉണ്ടോ ഇല്ലയോ. നമ്മളുടെ ജോലി 9 മണിക്ക് വന്നിരിക്കുന്നത് 9 o'clock വരെ നമ്മളുടെ ഡേറ്റ് ആണ്. 9 o'clock വരെ ഞാൻ ഇരിക്കും. ഐ മീൻ ഒരു ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ അല്ല, ദേ ആർ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവിടെ ഈ ഓമന ചേച്ചി ഇങ്ങനെ ഭയങ്കര തൻ്റെ ഇടമുള്ള സുധയെ കണ്ടെത്താനുള്ള കാരണം എന്താണ്? അവിടെ എന്തെങ്കിലും തൻ്റെ ഇടം കാണിച്ചു? എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്കത് മേ ബി യങ് ഏജിൽ ഞാൻ കുറച്ചും കൂടി മെലോ ഡൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ തലക്ക് കയറി പിടിച്ചിരിക്കുക. അത് എന്ത് വയലന്റ്ലി റിയാക്ട് ചെയ്യുന്ന ഞാൻ സംസാരിക്കും. എന്തിനാ വൈ ഷുഡ്? വെറുതെ അല്ല രവി പോയി അഭിനയിക്കുന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. ഓ
അഭിനയിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നല്ലോ, അല്ല, ആ അവിടെ project തന്നെയാണ് നല്ലതാണ്. താമസിക്കുന്നത്. പോയിക്കോ എന്ന് പറഞ്ഞിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇങ്ങനത്തെ ഒരു ഭർത്താവ് എല്ലാവർക്കും കിട്ടിയാലും നമ്മൾക്ക് കരിയറിൽ കുറച്ചും കൂടിയും ഫ്രണ്ടിൽ. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഇപ്പോഴും ഞാൻ ചെന്നൈ വന്ന് തനിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയും, അയ്യോ അവൾ തനിച്ചിരിക്കുന്നു, അവൾ എന്തെങ്കിലും ആയാൽ. രവി പറയും, എന്താവും, അവൻ എന്തുണ്ട്, അവൾക്ക് ഫ്ലാറ്റ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, അവളുടെ അസിസ്റ്റൻസ് ഉണ്ട്, നന്നായി നോക്കുന്നു. അച്ഛനാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആശങ്ക. ഓൾഡ് ഏജ് ആയി ഇപ്പം, അതാണ് പ്രശ്നം.